എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല. കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല. ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിലും എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ് റഫീനയും ജസീനയും കണ്ണൂര് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട രണ്ട് പെൺകുട്ടികൾ. അതായത് റമദാൻ ആഘോഷിക്കാൻ വേണ്ടി അന്യപുരുഷന്മാരോടൊപ്പം ഹോട്ടലിൽ റൂം എടുക്കുകയും അവിടെ നിന്ന് ആ സമയത്ത് ഒരു പോലീസ് റെയ്ഡ് ഉണ്ടാവുന്നു. ആ പോലീസ് റെയ്ഡിൽ ഇവര് പിടിക്കപ്പെടുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ MDMA ഉണ്ടായിരുന്നു. അങ്ങനെ MDMA ഉപയോഗിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ MDMAയുമായി രണ്ട് യുവതിയും രണ്ട് യുവാക്കളും പിടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വാർത്ത കണ്ടത്. സോ ഇന്നലെ ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാലും അത് കാണാത്തവരുണ്ടെങ്കിൽ വേണം ഇപ്പൊ പോയി കണ്ടോളൂ. MDMA എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഊന്നിയാണ് എല്ലാവരും വാർത്ത കൊടുത്തത്. പക്ഷെ ഈ ഒരു വാർത്തയിൽ ഞാൻ മനസ്സിലാക്കിയത് അവിടെ MDMA അല്ല ഒരു പ്രധാന പ്രതി, MDMA അതിന്റെ ഒരു ഭാഗമായി എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. സോ പിടിക്കപ്പെട്ടതിന് ശേഷം നിലവിൽ ഈ പെൺകുട്ടികൾ ജാമ്യത്തിലിറങ്ങി. പെൺകുട്ടിയല്ല, ഏറ്റവും വേദനിപ്പിക്കുന്നത് ഇതില് ഒരു പെണ്ണ് കല്യാണം കഴിച്ചതാണ്. ഏത് പെണ്ണാന്നറിയത്തില്ല, ഒരു പെണ്ണ് കല്യാണം കഴിച്ചതാണ്. ഒരു മകളുമുണ്ട്. അവരുടെ ഭർത്താവ് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചു എന്നാണ് ഇതിനോടകം തന്നെ ചില ന്യൂസുകൾ കേട്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. റമദാൻ ടൈമിൽ ഈ പറഞ്ഞോണം ഭർത്താവ് എന്ന് പറയുന്ന ഒരു പകയനുള്ളപ്പോൾ, ഒരു കുട്ടിയുള്ളപ്പോൾ അവരെയൊക്കെ പറ്റിച്ചിട്ട് വീട്ടുകാരെ പറ്റിച്ച് ഇതേപോലെ 3-4 ദിവസം ഹോട്ടലുകളിൽ റൂം എടുത്തു MDMA ഉപയോഗിച്ച്. എന്നാൽ മറ്റു ചില കലാപരിപാടികളായിരുന്നു പ്രധാന ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇത്തരം കലാപരിപാടികളൊക്കെ ചെയ്ത ആളുകളെ ഹസ്ബൻഡ് എന്നല്ല വീട്ടുകാരെ തന്നെ ഉപേക്ഷിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്നാൽ ഈ ഒരു രണ്ടാമത്തെ യുവതി എന്ന് പറയുന്ന റഫീന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ചില വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഒരുപക്ഷെ ഈ ഒരു വെളിപ്പെടുത്തലുകൾ കാണുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്, ഈ ഒരു വെളിപ്പെടുത്തൽ കാണുമ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാര് റഫീനയുടെ കൂടെ വന്നേക്കാം. ഇവരുടെ ആരാധകരും അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നേക്കാം. സോ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ഇഴകീറി പരിശോധിക്കാം. സോ ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് ഇന്നലെ കേട്ട ആ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ ഈ സംഭവത്തിലേക്ക് പോകാം. കണ്ടു. പക്ഷേ ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ഉണ്ടായത് മറ്റൊരു സംഭവമാണ്. ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച്, അതും രാസലഹരി ഉപയോഗിച്ച 4 പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത്. ഇവരിൽ നിന്ന് MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും പിടിച്ചെടുത്തു. യുവതി യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ 4 പേർ കഴിഞ്ഞ 4 ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച് ലഹരി ഉപയോഗിച്ചു വരികയായിരുന്നു. കണ്ടല്ലേ, അതായത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി വീർപ്പൂട്ടി നടന്ന 4 പേർ, 2 യുവാക്കളും 2 യുവതിയും ഈ പറഞ്ഞോണം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ ലോഡ്ജുകളിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ച് വരുമായിരുന്നു. അവരുടെ ലക്ഷ്യം ലഹരി ഉപയോഗിക്കലായിരുന്നു എന്നാണ് ഈ വാർത്തകളിലൊക്കെ ഊന്നൽ കൊടുക്കുന്നത്. എനിവേ ലഹരി ഉപയോഗിച്ച ഈ വ്യക്തികളെ, അതായത് MDMA ഉപയോഗിച്ച ഈ വ്യക്തികളെ തീർച്ചയായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അകത്തിടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിൽ പിടിക്കപ്പെട്ട റഫീന തൊട്ട് പിറ്റേന്ന് തന്നെ, അതായത് ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കേട്ടതിന് ശേഷം എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല. അതാണ് റഫീന എന്ന് പറയുന്ന ഈ ഒരു പകയത്തെ പറയുന്നത്. ഓൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റെന്താണെന്ന് പോലും ഓൾക്ക് അറിയില്ല. ഓൾ ഇതേപോലെ റമദാൻ ആഘോഷിക്കാൻ വേണ്ടി ജസീന എന്ന് പറയുന്ന ഈ ഒരു പകയത്തെ ഓളാണ് മുൻകൈ എടുത്ത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. റമദാൻ ആഘോഷിക്കാൻ വേണ്ടി 2 പകയന്മാരുമായി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട 2 പകയന്മാർ, ഒന്നൊരു പ്രവാസിയും മറ്റൊന്ന് കല്ലിന്റെ പണിക്കാരനുമാണ്. ഈ 2 പകയന്മാരോടൊപ്പം ഈ 2 പകയന്മാർ ഇവരുടെ എളാപ്പയുടെ മോനോ അല്ലെങ്കിൽ കൊച്ചാപ്പയുടെ മോനോ ഉമ്മമ്മയുടെ മക്കളോ ഒന്നുമല്ല. 2 പകയന്മാര്, പരിചയമില്ലാത്ത 2 പകയന്മാര് ഓലോടൊപ്പം കണ്ണൂര് പല ഹോട്ടലുകളിലും ലോഡ്ജിലും ഇങ്ങനെ താമസിച്ച് റമദാൻ ആഘോഷിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത് പിടിക്കപ്പെടുന്നത്. ആക്ച്വലി ഈ ഒരു MDMA ബന്ധപ്പെട്ട ഒരു റെയ്ഡ് വന്നപ്പോഴത്തേന് അതിനിടയിൽ ഇവർ പെട്ടുപോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു പ്രഥമ ലക്ഷ്യം ഈ MDMA അല്ലായിരുന്നു. ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല.
അതാണ് റഫീനയുടെ വാദം എന്ന് പറയുന്നത്. റഫീനെയും ഈ പറഞ്ഞ ജസീനെയും കേസിൽ കൊടുക്കാൻ വേണ്ടി പോലീസുകാർ എക്സൈസുകാർ മുൻകൈ എടുത്തതിന് ശേഷം അവർ തന്നെ MDMA എവിടുന്നോ പിടിച്ച MDMA കൊണ്ട് ഇവരുടെ ഈ ലോഡ്ജിൽ ഹോട്ടലുകളിൽ വെച്ചതിന് ശേഷം അവിടെ നിന്നും ഇത് എടുത്തതിന് ശേഷമാണ് ഇവരെ പിടിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ എന്തിനാണ് ഹോട്ടലിൽ റൂം എടുത്തതെന്ന് എന്താണ് പറയാത്തത്? ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റി കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട്. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMയുമായി പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല? അതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ ഒരു മടിയുമില്ല, ആരെയും ബേസ് ചെയ്യാൻ ഒരു മടിയില്ല. ഈ ഒരു ധൈര്യമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. ഇത്രയും അധികം ചെയ്ത് കൂട്ടിയിട്ടും കുടുംബത്തിന് ഇത്രയും അധികം അഭിമാനം ഉണ്ടാക്കി കൊടുത്തിട്ടും പുറത്തിറങ്ങാനും ആരെയും ബേസ് ചെയ്യാനും തനിക്ക് ഒരു മടിയുമില്ല. പിന്നെ ഈ കുട്ടി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും സംശയം തോന്നിയേക്കാം, എന്തുകൊണ്ട് ഈ പെങ്കൊച്ച് ഈ രീതിയിൽ MDMAയുമായി പിടിക്കപ്പെട്ടിട്ട് വളരെ കൂളായി പുറത്തിറങ്ങി വന്ന് ഇപ്പോൾ റീൽസിൽ വീഡിയോ ഇടുന്നതെന്ന് കുറെ ആൾക്കാർക്ക് സംശയം തോന്നിയേക്കാം. ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ വന്നേക്കാം. എനിവേ, ഇവരുടെ ഈ കേസിൽ MDMAക്ക് വലിയൊരു റോൾ ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. കേസെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ റിമാൻഡ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്നും റഫീന ചോദിക്കുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും റഫീന വീഡിയോയിൽ പറയുന്നു. അതേസമയം റഫീനയുടെ വാദം എക്സൈസ് പൂർണ്ണമായും തള്ളി. റഫീന ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കേസെടുത്തിട്ടുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കി. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഫീന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ജസീന എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് റമദാൻ ആഘോഷിക്കാൻ വേണ്ടി ഏതാണ്ട് 4 ദിവസം 2 പഹയന്മാരോടൊത്ത് കണ്ണൂര് പല ഹോട്ടലുകളിലും ലോഡ്ജിലും ഇങ്ങനെ താമസിച്ച് അവരുടെ ഒരു പ്രഥമ ലക്ഷ്യം ഈ MDMA അല്ലായിരുന്നു. ഇത്തരം ലോഡ്ജുകളിലൊക്കെ സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി മുറിയെടുക്കുന്ന ആളുകൾക്ക്, ഈ പെൺകുട്ടികൾക്ക് ഇടയ്ക്ക് കുറച്ച് MDMAയുടെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഊർജ്ജസ്വലരായി അവര് പ്രതീക്ഷിക്കാത്ത കലാപരിപാടികളും കാണിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് MDMA കൊടുക്കുന്നത്. ഇനി എന്തുകൊണ്ട് പോലീസ് ഇവരെ വെറുതെ വിട്ടു, എന്തുകൊണ്ട് ജയിലിൽ അടച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു വ്യക്തി MDMAയുമായി പിടിക്കപ്പെടുകയാണെങ്കിൽ, ആണോ പെണ്ണോ ആയിക്കോട്ടെ, പിടിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള MDMA ആണ് ഉള്ളതെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിടാം. അതായത് ഇവർക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനോ റിമാൻഡ് ചെയ്യാനോ പറ്റത്തില്ല. ഇപ്പോഴത്തെ നിലവിലത്തെ നമ്മുടെ നിയമമാണ്. അത് തന്നെയാണ് ഏറ്റവും അപരാധതരം. അത് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. ഉടൻ തന്നെ ആ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരണം. MDMA ഉപയോഗിക്കുന്നവനെ പോലും പിടിച്ചകത്തിടേണ്ടത് തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇവരെ ഇവിടെ പിടിച്ച സമയത്ത് ചെറിയ രീതിയിലുള്ള, ചെറിയ അളവിലുള്ള, അതായത് ഇവർക്കൊന്ന് ഉല്ലസിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കണക്കുള്ള MDMA ഇവർ ഉപയോഗിച്ചു. ആ MDMA ആണ് പിടിക്കപ്പെട്ടത്. ആ MDMAയുടെ അളവ് വെച്ച് ഇവരെ അകത്തിടാനുള്ള വകുപ്പ് നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പകയത്തെ പുറത്തിറക്കി. അപ്പൊ അത് മുതലാക്കിക്കൊണ്ടാണ് റഫീന ഇത് എക്സൈസ് തന്നെ കുടുക്കിയതാണ്. എക്സൈസ് തന്നെയാണ് MDMA കൊണ്ടുവച്ചത്. താനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ എങ്ങനെ പുറത്തിറങ്ങി വന്നു എന്നുള്ള രീതിയിൽ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് 100% കേസ് എടുത്തിട്ടുണ്ടാവും. അത് ഇനി സമൻസ് കിട്ടിയാൽ മാത്രമേ, FIR ഇട്ട് കേസ് എടുത്തിട്ടുണ്ടാവും. സമൻസ് കിട്ടിയാൽ മാത്രമേ റഫീനയ്ക്ക് മനസ്സിലാവത്തുള്ളൂ. റഫീന തീർച്ചയായും കോടതി കയറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിമേ ഭർത്താക്കന്മാരെയും വീട്ടുകാരെയും ഒക്കെ പറ്റിച്ച് ഈ രീതിയിൽ അവരായത്തരത്തിന് പോകുന്ന ആൾക്കാർക്ക് ഒരു പാഠം തന്നെയാണിത്. ഇവിടെ കൂടെ പോയി എന്ന് പറയുന്ന, ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആ ഒരു പെൺകൊച്ചിന്റെ മുഖം കാണുമ്പോൾ അറിയാം വളരെ ഭീതിയോടാണ് നിൽക്കുക. യാതൊരു ആവശ്യമില്ലായിരുന്നു ഇത്രയും അവരായത്തരം കാണിക്കുക. റമദാൻ ടൈമിൽ അന്യപുരുഷന്മാരോടൊപ്പം പോയി ഇതേപോലെ അപരാധത്തരം കാണിച്ചിട്ട് MDMA അടിച്ച് പിടിക്കപ്പെടുക. MDMA ഇവിടെ ഇല്ലായിരുന്നു ഇവരെ പിടിക്കത്തില്ല. അതായത് ഇവരെ പിടിക്കാനും ഈ വാർത്ത വരാനുള്ള പ്രധാന കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത അളവിലെങ്കിലും MDMA കിട്ടിയെന്നുള്ളതാണ്. മറ്റു ചില കലാപരിപാടികൾക്കാണ് ഇവർ റൂം എടുത്തതെങ്കിൽ പോലീസ് ഒരിക്കലും ഇവരെ പിടിച്ച് ഇതേപോലെ വാർത്തയാക്കത്തില്ലായിരുന്നു. ഇത്തരം അപരാധത്തരങ്ങൾ കാണിക്കുന്ന അപരാധികൾക്ക് ഇതൊരു വലിയ പാഠം തന്നെയാണ്. എനിവേ, വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബൈ.